ഹലോ ഗൈസ്. സിറ്റി സിറ്റി മാർ എന്ന സിനിമ ഉണ്ട്. വളരെ അഭിനയിച്ചിരിക്കുന്നത് ഗാബി ചന്ദ്, തമന്ന, പിന്നെ റാവു രമേശ്, തരുൺ അറോറ. അറിയില്ലെങ്കിൽ ബാമങ്ക സിനിമ ഉണ്ടാകില്ല, വില്ലനാണ്. അതിനാണ് പിന്നെ ഈ പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രീതി അസ്രാണി ഉണ്ട്, ഇപ്പോൾ സനി കൃഷ്ണൻ മുരളിയുണ്ട്, അങ്ങനെ ആരൊക്കെയോ ഉണ്ട്. റഹ്മാനുണ്ട്, ഭൂമിക ചൗള ഉണ്ട്. ലാൻഡോട് പണം ഡയറക്റ്റ് സമ്പത്ത് നന്ദി. അതാരുടെ കേട്ടിട്ടുണ്ട്, പക്ഷേ പടം ഞാൻ മറന്നുപോയി. ഒരു പടം ഞാൻ നേരെ കണ്ടിട്ടുണ്ട്, പക്ഷെ മറന്നുപോയി. അറിയാവുന്ന ഞാൻ ഓർത്തിട്ട് പറഞ്ഞേ, അത് എനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. സോറി ഗൈസ്, സോറി അബൌട്ട് ദിസ്. പിന്നെ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, അടിപൊളി പടം, വേറെ ലെവലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ചെയ്തു വെച്ചെന്നാണ് എനിക്ക് അറിഞ്ഞത്. വേറെ ലെവലായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പടത്തിൻ്റെ കാസ്റ്റിങ്, വേദിയാസനായിട്ടൊക്കെ കബഡി സിനിമയുടെ സീൻസൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമ സ്റ്റോറി കബഡിയാണ് എൻ്റെ കൂടെ കുറേ ആക്ഷൻ സീക്വൻസസ് ഇവിടെ വരുമ്പോൾ പടം സ്പോർട്സ് ആക്ഷൻ ഫിലിമാണ്. സ്പോർട്സും ഉണ്ട്, കൂടെ ആക്ഷനും ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ ഒന്നുമില്ല ആക്ഷൻ എന്ന് പറയണത്, ഒറ്റ സീൻ്റെ മാത്രം. സെക്കൻഡ് ഹാഫ് കട്ട അടിയാണ് മോനെ. പടത്തിന് വലിയ കഥയൊന്നുമില്ല. കഥ എന്താന്ന് അറിയണമെങ്കിൽ ഇപ്പം പറയാം. കഥയൊന്നുമില്ല. തരുൺ അറോറയും ഒരു പോലീസ് ഓഫീസർ, മറ്റവനാണെങ്കിൽ അവന് അനിയനുണ്ട്, അവനൊരു ക്രിമിനൽ. പക്ഷെ ഇവൻ പറഞ്ഞ കറക്റ്റ് ഓഫീസറാണ്. അഴിമതി നടത്തുന്ന ഒരു പോലീസ് ഓഫീസറായിരിക്കും തരുൺ അറോറ. ഇയാൾക്ക് ഈ പീഡിപ്പിക്കൽ, പെണ്ണുങ്ങളെ പീഡിപ്പിക്കൽ, പിന്നെ കൊച്ചുങ്ങളെ കിഡ്നാപ്പ് ചെയ്യൽ, പിന്നെ ആൾക്കാരെ കൊല്ലൽ, അതൊക്കെയാണ് ഇയാളുടെ മെയിൻ ഹാബി എന്ന് മാത്രമല്ല, മെയിൻ ജോബും അതെന്ന്. പോലീസാന്ന് പറഞ്ഞിട്ട് വന്നവർ ഏകദേശിക്കിട്ട് വരും കറപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കില്ല പണി. പടമല്ലേ. അങ്ങനെ ഒരു ദിവസം അങ്ങനെ റഹ്മാൻ വന്നിട്ട് ഈ ക്രൈമിനെ റിഡ്യൂസ് ചെയ്യാൻ, ഇയാളുടെ ക്രൈമിനെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി വരും. അതാണ് പടം. വേറെ ലെവലായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് രണ്ടുപേരും അന്വേഷിക്കാൻ നോക്കുന്ന അനിയൻ, അല്ലേ, റഹ്മാൻ്റെ ബ്രദർ ഇൻ ലോ ആയിട്ടാണ് ഈ സിനിമയിൽ ഗോപിചന്ദ് വന്നിരിക്കുന്നത്. ഗോപിചന്ദ് ഈ സിനിമയിൽ ഈ ഗോപിചന്ദ് അഭിനയിച്ചിരിക്കുന്നത് കബഡി കോച്ചായിട്ടാണ്. വുമൻസ് കബഡി കോച്ച് ആന്ധ്രയുടെ. ഇതിൽ തമന്നയുടെ റോള് വേറെ ലെവല്. അവളുടെ ഇൻട്രോ ആണ് എൻ്റെ പഞ്ഞൻ പച്ചവൾ. ചിലവന്മാരൊക്കെ നട്ടിപ്പോ, അങ്ങനെ ചിലവരൊക്കെ, എല്ലാവരും ഇല്ല. കാരണം ഇങ്ങനെ വുമൻ എംപവർമെൻ്റ് ഒക്കെ കാണിക്കണത് കുറച്ച് ഷോ ആയിട്ടും ചിലർ തോന്നിയെന്ന് വരും. അങ്ങനത്തെ ടൈപ്പാണ് കാണിച്ച് ചെയ്യുന്നത്. എനിക്ക് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അവളുടെ ഇൻട്രോ എന്താണെന്ന് വെച്ചാൽ, ഇവള് തെലങ്കാന ടീമിൻ്റെ വുമൻസ് ടീമിൻ്റെ കബഡി വുമൻസ് ടീമിൻ്റെ കോച്ചാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ ഇവളുടെ ഇൻട്രോ എങ്ങനെയാന്ന് വെച്ചാൽ പറയാട്ടോ, എനിക്ക് ചിരി വരുന്നുണ്ട്. അയ്യോ സോറി തമന്ന ഫാം, സോറി. തമന്നയുടെ കുടുംബം എന്ന് മാറിപ്പോയി. ടീംമേറ്റ് ആയിട്ട് തമന്നയുടെ ടീമിലുള്ള, തമന്ന കോച്ചായിട്ട് നിൽക്കുന്ന ടീമിലെ ഒരു പ്ലെയറിന് ഒരു പഞ്ചാബി വന്നിട്ട് കൊണ്ടിക്കടി. അപ്പോൾ ഇവൻ എന്താ പറ്റിയെന്ന് ചോദിക്കും, ഇവള് എന്താ പറ്റിയെന്ന് ചോദിക്കും. അപ്പോൾ അവനെന്താ കൊണ്ടിക്കടിക്ക് എന്ന് പറഞ്ഞിട്ട് കരയുമ്പോൾ, എങ്ങനെ കരയാൻ പാടില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വയറ്റത്തേക്ക് ഒറ്റയടി.
അവൻ ഹോസ്പിറ്റലിലായോ എന്നൊന്ന് കാണിക്കണമെന്നൊക്കെ. അവർ നേരെ പോണത് ഈ ടീമിലുള്ള പ്ലെയേഴ്സിനും കോച്ചിനും താമസിക്കാൻ പറ്റുന്ന റൂമിലേക്കാണ്. നേരെ എങ്ങോട്ടാണ് പോകുന്നത്. അന്നേരം ഒരു ഈഗോ പ്രശ്നമുണ്ട്. എന്താ പൊന്നോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഈ ഈഗോയൊക്കെ വിടടേ. എന്തിന് ഈഗോ? ഈ ഗോപിചന്ദ് ഈ സിനിമയിൽ ഈഗോയെ കാണിച്ചിട്ടില്ല. അങ്ങേരെ ആ ഈഗോ തള്ളേന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഉദ്ദേശിച്ചത് തമന്ന തന്നെയാണ് കേട്ടോ. തമന്ന കട്ട ഈഗോയാണ് ഫസ്റ്റ് ഹാഫിൽ. എന്നിട്ട് അത് മാറണമുണ്ട്. അത് മാറ്റിയെടുത്തതും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആന്ധ്ര ഇവിടെ തെലങ്കാന പ്ലെയറായി, തെലങ്കാന ടീമിൻ്റെ കോച്ചായിരിക്കുന്നു മെൻസ് ടീമിൻ്റെ. ഇവന്മാർ സെമി ഫൈനലിൽ വിട്ടും. ഇവന്മാരാണെങ്കിൽ ഈ ആന്ധ്ര ടീം മീൻസ് ഗോപിചന്ദിൻ്റെ കോച്ചായി നിൽക്കുന്ന കബഡി ടീം അവർ ഫൈനലിലോട്ട് കയറും പഞ്ചാബിനെതിരെ. അപ്പോൾ ഇവർ പറയും, അപ്പോൾ അത് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും എല്ലാവരും കളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയും നല്ലൊരു കളിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഹോണസ്റ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇവൻ എന്തിനാണ് അന്ന് നീ വിളിച്ചപ്പോൾ വരാന്തിരുന്നെന്ന് പറഞ്ഞ് കാര്യം പറയുമ്പോൾ അയാൾ സോറി ഇത് പറഞ്ഞു. ഇത് മനസ്സിൽ പറയണതാണെന്ന് എനിക്ക് അറിഞ്ഞോട്, പറയുന്നതാണ് മനസ്സിൽ പറഞ്ഞത് തോന്നുന്നത്. എന്താണ് അതന്നെ ഇത് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ ഏറ്റവും ഷോക്ക് എന്ന് പറയണത് ഇവൻ്റെ തരുൺ അറോറയല്ല ഈ സിനിമയിലെ മെയിൻ ശോകം. അവനൊരു അനിയനുണ്ട്, അവനാണ് ഏറ്റവും ശോകം സിനിമയിൽ. എടാ അവൻ അതാരാ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മിനിറ്റ്. രജിവീർ അൻകൂർ സിംഗ് എന്ന് പറഞ്ഞ ഒരുത്തനെയാണ് എന്നാണ് ഈ ഗൂഗിളിൽ കാണിച്ചിട്ട് പറയണത്. ആദ്യം കട്ട ഷോകൾ ഈ തിണ്ടികൾക്ക് വലിയ ഇയാൾക്ക് വേണമെങ്കിൽ വലിയ പടത്തിൽ വന്ന കൃഷി ഓഫീസറായിട്ട് എന്തിനു വന്നാൽ പോലെയായിരുന്നു. പട്ടി വെറുതെ ആൾക്കാരെ കാണാൻ കിടത്തായി. പടത്തിന് IMDb കിട്ടിയാണ് 5/10 ബട്ട് ഈ സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്ന റിവ്യൂസ് പോസിറ്റീവ്. അതാണ് എനിക്ക് മനസ്സിലാത്തത്. പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയ IMDb 7 കൊടുക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ 6.4 5 കൊടുക്കുന്നത് റെയറാണ് എന്ന് തോന്നിയിട്ടില്ല ഇന്നിടയ്ക്ക്. മീൻസ് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പവികേർട്ടക്കാരൻ്റെ കാര്യം പറയാനാണെങ്കിൽ അതിന് 6.6 കിട്ടിയിരിക്കുന്നു. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ഇരിക്കുന്നത്. അതെവിടെ മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ സമ്പത്ത് നന്ദി, അയാളുടെ വേറെ പടം ഞാൻ ഏതോ പടം കണ്ടിട്ടുണ്ട്, പക്ഷെ പേരാണ് കിട്ടാത്തത്. അങ്ങനെയാണ് മഹാസമുദ്രയുടെ എത്തിയത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേക്കണേ, ഒന്ന് കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞേക്കണേ. പിന്നെ ഈ വീഡിയോ മാക്സിമം ഫുള്ളായിട്ടൊന്ന് കണ്ടേക്കണേ. പിന്നെ സബ്സ്ക്രൈബേഴ്സ് 14-15 എന്തോ ഉള്ളൂ, അതൊന്ന് കൂട്ടി തരണം കേട്ടാ. ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കില്ല. ദിസ് ഈസ് നോട്ട് എ ഭീഷണി, ദിസ് ഈസ് എ അപേക്ഷ ആണ്. ഇത് മാത്രമേ പറയാനുള്ളൂ. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ഡെൽറ്റ.